എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ദിവസം മാത്രമേ നമുക്ക് മാറുന്നുള്ളൂ. ബാക്കി പ്രവൃത്തികളൊക്കെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, തേജൂസിനെ സ്കൂളിൽ വിടുന്നു എന്നിങ്ങനെ തുടർന്നു പോകുന്നു ആ പ്രവൃത്തികൾ. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള വയലാണ്. രാവിലെ ഇതൊരു നല്ല കാഴ്ചയാണ്. അങ്ങനെ പണികളെല്ലാം ഒതുക്കി വെച്ച് ഞാൻ ഇന്നൊന്ന് പുറത്തോട്ട് പോയി. ഇതെൻ്റെ പഴയകാല ഫ്രണ്ട്സാണ്. പഴയതെന്ന് വെച്ച് അംഗൻവാടി മുതലുള്ള ഫ്രണ്ട്സാണ്. ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും അംഗൻവാടി മുതലുള്ള ഫ്രണ്ട്സിനെ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? അത് കഴിഞ്ഞ് നേരെ തേജുവിനെയും കൂട്ടിപ്പോയത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴി ഞങ്ങളൊരു ചായ കൂടെ കുടിച്ചു. തേജു ഒരു ബിരിയാണി കുതിച്ചിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങളെ ചെല്ലുന്നത് അറിഞ്ഞ് ലീനേച്ചി നേരത്തെ തന്നെ ബിരിയാണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതും കൈയൊക്കെ കഴുകി തേജു അച്ചാറും സാലഡും കൂട്ടി ബിരിയാണിയും കൂടെ ആസ്വദിച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അപ്പുവിന്റെ വീട്ടിലേക്കാണ്. അപ്പുവിന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാളെ അവൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. ശോഭേച്ചിയുടെ ചായ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശോഭേച്ചി പറയുന്നത് ഒരു കപ്പ പറിച്ചെടുക്കാനുണ്ടെന്ന്. എന്നാ പിന്നെ ബാക്കി സംസാരം അവിടെ നിന്നാവാമെന്ന് കരുതി ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ശോഭേച്ചിയും ലീനേച്ചിയും ദിവ്യേച്ചിയും എല്ലാം കൂടെ അതിനോട് മല്ലിടുകയായിരുന്നു. എന്നാ പിന്നെ ഞാനൊരു കൈ നോക്കട്ടെ എന്നും പറഞ്ഞ് തേജുവും തുടങ്ങി അതിനോട് മല്ലിടാൻ. അങ്ങനെ എല്ലാവരുടെയും അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ അപ്പു അതിനെ കുഴിയിൽ നിന്നും പുറത്തെടുത്തു. കുഴിയിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് ഞങ്ങളെ കണ്ണെല്ലാം തള്ളിപ്പോയത്. കാരണം ഇത്രയും വലിയ കപ്പ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ആ തണ്ടിലുണ്ടായിരുന്ന ഓരോ കപ്പയും 4-5 കിലോ വരുന്നതായിരുന്നു. എന്നാൽ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ഇത് നട്ടതല്ലായിരുന്നു, നടാൻ വേണ്ടി വെറുതെ അവിടെ ഒന്ന് കുത്തിവെച്ചതായിരുന്നു. അതിൽ നിന്നാണ് ഇത്രയും കപ്പ കിട്ടിയത്. ഇങ്ങനെ കുത്തിവെച്ച് ഇത്രയും കപ്പയുണ്ടാക്കുന്ന കൈകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതാണ് അപ്പുവിന്റെ അമ്മ ശോഭേച്ചി. ശോഭേച്ചിയുടെ പണിയാണ് ഇത് കുത്തിവെച്ച് ഇത്രയും കപ്പ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും തമാശയായി പറഞ്ഞു ശോഭേച്ചിയോട് ഞങ്ങളുടെ വീട്ടിലും വന്നൊന്ന് കപ്പ കുത്തി തരണേന്ന്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അപ്പുവും ലീനേച്ചിയും കൂടെ അമ്മയും കുട്ടിയെയും വേർതിരിക്കുന്നത് പോലെ കപ്പയെയും തണ്ടിനെയും വേർതിരിച്ചെടുത്തു. അവിടെ നിന്നവരാരും ഇത്രയും വലിയ കപ്പ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അടുത്തത് ഫോട്ടോ സെഷൻ ആയിരുന്നു. ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് ശോഭേച്ചി ലീനേച്ചിയും കൂടെ അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി അവിടെയുള്ളവർക്കെല്ലാം വിതരണം ചെയ്തു. എനിക്കും കിട്ടി അതിന്റെ ഒരു പങ്ക്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലെ ഇത്തരം ചെറിയ വീഡിയോകളുമായി ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.